വാർത്തകൾ തുടരുന്നു. ചന്ദ്രാപിനി ഹയർ സെക്കൻഡറി സ്കൂളിലെ പച്ചക്കറിത്തോട്ടം സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം. എടത്തിരുത്തി കൃഷിഭവന്റെ നേതൃത്വത്തിൽ 2 ആഴ്ച മുമ്പാണ് പച്ചക്കറി കൃഷി ആരംഭിച്ചത്. കയർകെട്ടി പടർത്തിയിരുന്ന പടവലം, പാവയ്ക്ക എന്നീ ഇനങ്ങളാണ് സാമൂഹ്യ വിരുദ്ധർ പിഴുതെടുത്തു കൊണ്ടുപോയത്. സ്കൂൾ അധികൃതർ മതിലകം പോലീസിൽ പരാതി നൽകി. മതിലകം സെന്റ് മേരീസ് എൽ പി സ്കൂളിന്റെ 2013 വർഷത്തെ കലണ്ടർ പ്രകാശനം ചെയ്തു. അഡ്വക്കേറ്റ് VS സുനിൽകുമാർ MLA മതിലകം BPO TS സജീവൻ മാസ്റ്റർക്ക് നൽകി പ്രകാശനം നിർവഹിച്ചു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ സ്കൂളിനോട് പ്രത്യേകമായും താല്പര്യം വാത്സല്യം ഞങ്ങൾക്ക് എല്ലാവർക്കും. കാരണം ഇവിടെ വരുന്ന കുട്ടികൾക്ക് രക്ഷകർത്താക്കളെ സംബന്ധിച്ച് വളരെ ആത്മവിശ്വാസമാണ്. കാരണം കുട്ടികളെ നന്നായി പഠിപ്പിക്കും, അവരുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനെ പ്രോത്സാഹിപ്പിക്കും. അതുപോലെ കുട്ടികൾക്ക് മാനസിക വികാസത്തിന് വേണ്ടിയിട്ട് എല്ലാ സൗകര്യങ്ങളും കൊടുക്കുന്നു. എല്ലാ ആളുകളിലും നമ്മൾ തൊഴിൽ ടെസ്റ്റിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളെല്ലാം മികച്ചതായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്കൂളാണ്. അതുകൊണ്ട് തന്നെ വളരെ നല്ല നിലയിൽ ഒരു കലണ്ടറോടെ ഇറങ്ങി ഇവിടുത്തെ പ്രോഗ്രാമുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കലണ്ടർ നാട്ടുകാർക്ക് ഉപയോഗിക്കാവുന്ന ഒരു കലണ്ടർ തയ്യാറാക്കി ഞാൻ അവരെ പ്രത്യേകം അഭിനന്ദിക്കുക. മാത്രമല്ല ഇവിടെ ഇന്ന് കരാട്ടെ പഠിച്ച കുട്ടികളുടെ ആദ്യ ബെൽറ്റ് വരുന്നുണ്ട്. PTA പ്രസിഡന്റ് ഷാജി K. അബ്ദു അധ്യക്ഷനായി. വാർഡംഗം OA ജെൻറിൻ, ലോക്കൽ മാനേജർ സിസ്റ്റർ സീന, പ്രധാനാധ്യാപിക സിസ്റ്റർ സവിത, PTA വൈസ് പ്രസിഡന്റ് ഷിനി എന്നിവർ സംസാരിച്ചു. വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയുടെ തളിക്കുളം പഞ്ചായത്ത് കൺവെൻഷനും പ്രഖ്യാപന സമ്മേളനവും ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ തൃപ്പയാറിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 4-ന് തളിക്കുളം സെന്ററിൽ നടക്കുന്ന കൺവെൻഷനിൽ പാർട്ടി സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. ജില്ലാ സെക്രട്ടറി ശിഹാബ് കാളമുറി, AP ബാലാനന്ദൻ, KA മുർഷിദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നമ്മുടെ ഈ മൂല്യാധിഷ്ഠിത രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മളുടെ സകല മൂല്യങ്ങൾക്കും അഥവാ മാനവികമായി മനുഷ്യനായി ജീവിക്കുവാനുള്ള സകല മൂല്യങ്ങൾക്കും നമ്മുടെ നാട്ടിൽ വില ഉണ്ടാവണം. ആ വില തകർന്നടിഞ്ഞുകൊണ്ട് രാഷ്ട്രീയപരമായും സാംസ്കാരികപരമായും കലാപരമായും എല്ലാം നഷ്ടപ്പെട്ട നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ രാജ്യത്തിൽ മൂല്യാധിഷ്ഠിത രാഷ്ട്രീയം ആവശ്യമെന്നത് പ്രധാനപ്പെട്ട ഘടകമാണ്. രണ്ടാമത്തെ ഘടകം നമ്മുടെ ജനപക്ഷ വികസനമാണ്. വികസനം എന്ന് പറയുന്നത് നമ്മുടെ നാടിനും നാട്ടുകാർക്കും ദോഷമുണ്ടാകുന്ന രീതിയിലാവരുത് എന്നാണ് വെൽഫെയർ പാർട്ടി മുന്നോട്ടെടുക്കുന്ന ജനപക്ഷ വികസന നയം എന്ന് പറയുന്നത്. അഥവാ നമ്മുടെ നാട്ടിലെ കാടുകളും നമ്മുടെ നാട്ടിലെ പുഴകളും നമ്മുടെ നാട്ടിലെ മറ്റു പരിസ്ഥിതി എല്ലാ സംഗതികളും സംരക്ഷിക്കപ്പെടുന്നതിനോടൊപ്പം തന്നെ ഭൗതികമായ ജനങ്ങൾക്ക് എല്ലാവിധ വേഗത്തിലും ജീവിക്കുവാനുള്ള സൗകര്യങ്ങൾ നമ്മുടെ നാട്ടിൽ സന്തുലിതമായി ഉണ്ടാവണം എന്നുള്ള ആഗ്രഹത്തിൽ നിന്നാണ്. സംസ്ഥാന ശാസ്ത്രമേളയിൽ ജേതാക്കളായ മതിലകം കളരിപ്പറമ്പ് സ്കൂളിലെ വിദ്യാർത്ഥിനികളെ പാപ്പിനിവട്ടം സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി അനുമോദിച്ചു. ഇംപ്രൊവൈസ്ഡ് എക്സ്പെരിമെന്റ്സ് UP വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയ VS ആതിര, CS അഞ്ജന എന്നിവർക്കാണ് ബാങ്ക് ഭരണസമിതി ക്യാഷ് അവാർഡും ട്രോഫികളും നൽകി അനുമോദിച്ചത്. ബാങ്ക് ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് MM ബാഹുലേയൻ, സെക്രട്ടറി RA മുരുകേശൻ, വൈസ് പ്രസിഡന്റ് TK സുഗതൻ, പ്രധാനാധ്യാപിക ഷീജ ഗോപിനാഥൻ, MR സുരേന്ദ്രദാസ് എന്നിവർ പങ്കെടുത്തു. നന്നായി പ്രിപ്പയർ ചെയ്തതിൻ്റെ ഫലമായിട്ട് കിട്ടിയ ഒരു വിജയമാണിത്. 26-ാം തീയതി ഞങ്ങൾ പോകുമ്പോൾ തന്നെ അവിടെ രാവിലെ രജിസ്ട്രേഷൻ ഉണ്ടാവുമെന്ന് കരുതിയാണ് അന്ന് പോയത്. പക്ഷെ അവിടെ എത്തിയപ്പോൾ നമ്മുടെ ഡിസ്ട്രിക്ട് സെക്രട്ടറി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾക്ക് അന്നേരം രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റിയില്ല. വളരെ വൈകിട്ടാണ് അദ്ദേഹം രജിസ്റ്റർ ചെയ്യുന്നത് എന്നറിഞ്ഞത്. പിന്നീട് അവിടെ സ്റ്റേ ചെയ്യുമ്പോൾ ഏതാണ്ട് ഒരു 11 മണിയായിട്ടുണ്ടാവും. ഇവരോടൊന്ന് ചോദ്യങ്ങൾ ചോദിച്ച് ഇതൊന്ന് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയപ്പോൾ അപ്പോൾ ശരിക്കും ഉറക്കച്ചടവുണ്ടെങ്കിൽ പോലും അവരതൊക്കെ മറന്നുകൊണ്ട് എത്ര നന്നായിട്ടാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. ആതിരയുടെ അമ്മയ്ക്ക് എപ്പോഴും വേവലാതിയായിരുന്നു. എന്താ മതിലകം BRC വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ സർഗവേദി ശില്പശാല സംഘടിപ്പിച്ചു. BRC ഹാളിൽ നടന്ന ശില്പശാല സാഹിത്യകാരൻ E. ജിനൻ ഉദ്ഘാടനം ചെയ്തു. പെരിഞ്ഞനം പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനീത മോഹൻദാസ് അധ്യക്ഷയായി. മതിലകം BPO TS സജീവൻ, ബാലസാഹിത്യകാരൻ രാജൻ കോട്ടപ്പുറം, PTA പ്രസിഡന്റ് RS രഘുനാഥ്, നന്ദൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ഇന്ന് MPയുടെ പിറകെ മാധ്യമങ്ങൾ ഓടുകയാണ് ഒരു കഥയ്ക്ക് വേണ്ടി. അന്ന് അയച്ചു കൊടുത്തൊക്കെ മടങ്ങി പോകുന്നു. യേശുദാസ് എന്ന് പറയുന്ന ഒരു വലിയ ഗാനഗന്ധർവൻ ആകാശവാണിയിൽ സ്വരപരിശോധനയ്ക്ക് ചെന്നപ്പോൾ, ശബ്ദം പരിശോധിക്കാൻ ചെന്നപ്പോൾ അദ്ദേഹത്തിന് കൊടുത്ത പാട്ട് പാടിയതിനു ശേഷം കൊടുത്ത റിപ്പോർട്ട് ഈ ശബ്ദം പാട്ടിനെ യോജിച്ചതല്ല എന്നാണ്. ഈ ശബ്ദം പാട്ടിനെ യോജിച്ചതല്ല എന്നാണ്. ഇന്ന് യേശുദാസിന്റെ പാട്ട് കേൾക്കാത്ത ദിവസമുണ്ടോ നമ്മൾ?
ഒരിക്കലുമില്ല. അതാണ് കലയുടെ ജീവിതം. കല എന്ന് പറയുന്നത് അതാണ്. ഒരുവനിൽ സർഗ സംഗീതം പോലെ, ഒരുവനിൽ ജീവൻ അർപ്പിച്ചിരിക്കുന്ന പോലെ കല പിറന്നു വീണിട്ടുണ്ടെങ്കിൽ അതിനെ മാറ്റാൻ ഒരു ശക്തിക്ക് സാധിക്കില്ല. അങ്ങനെ നിങ്ങളുടെ ഉള്ളിനുള്ളിൽ സർഗവാസനയുണ്ടെങ്കിൽ, നിങ്ങളുടെ ഉള്ളിനുള്ളിൽ എഴുതുക എന്നുള്ള പ്രക്രിയയുടെ ഒരു സ്ഫുരണമുണ്ടെങ്കിൽ, ഒരു മിന്നലാട്ടമുണ്ടെങ്കിൽ, ആ മിന്നലാട്ടത്തെ കൂടുതൽ തേജോമയമായി മാറ്റുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന മറ്റൊരു പ്രക്രിയ. ചളിങ്ങാട് ലാൽ ബഹാദൂർ ശാസ്ത്രി കോളനി പരിസരത്ത് നിർമ്മിക്കുന്ന ശംസുൽ ഉലമ ലൈബ്രറിക്ക് ശിലയിട്ടു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജില്ലാ പ്രസിഡന്റ് SMK തങ്ങൾ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. കാക്കാതിരുത്തി ബദർ ജുമാ മസ്ജിദ് ഖത്തീബ് ഉമർ സാദി, PK അബ്ദുൽ ഖാദർ ഹാജി, PK അബ്ദുൾ റഹീം, KM യൂസഫ് മുസ്ലിയാർ, MA ഷംസുദ്ദീൻ, MU അബ്ദുൽ ഖാദർ എന്നിവർ സന്നിഹിതരായിരുന്നു. കോഴിക്കാട്ടിൽ മുഹമ്മദ് ഹാജി നൽകിയ 5 സെന്റ് സ്ഥലത്താണ് ശംസുൽ ഉലമ ലൈബ്രറിയും നമസ്കാര ഹാളും പണികഴിപ്പിക്കുന്നത്. എടമുട്ടം പാലപ്പെട്ടി ശ്രീ രുതിരമാല ഭഗവതി ക്ഷേത്രം പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി കട്ലവെപ്പ് നടന്നു. ഇതിന്റെ ഭാഗമായി രാവിലെ വിശേഷാൽ പൂജകൾ, ആചാര്യവരണം, ഗണപതി പൂജ എന്നിവ നടന്നു. ബ്രഹ്മശ്രീ നാരായണൻകുട്ടി തന്ത്രി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം തന്ത്രി ഗോപാലൻ ചാന്തി, നന്ദു എന്നിവർ സഹകാർമ്മികരായി. ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് TK ഉപേന്ദ്രൻ, TD സുരേഷ് ബാബു, TS രാധാകൃഷ്ണൻ, ശ്രീരാജ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്കൃത ഭാഷ നശിച്ചതാണ് ഭാരതീയ സംസ്കൃതിയുടെ മൂലച്യുതിക്ക് കാരണമെന്ന് കേരള ലളിതകലാ അക്കാദമി സെക്രട്ടറി ശ്രീമൂലനഗരം മോഹൻ. മതിലകം വെറ്ററിനറി ക്ലിനിക്കൽ ലബോറട്ടറി കോംപ്ലക്സ് പ്രവർത്തനം ആരംഭിച്ചു. ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിലെ പച്ചക്കറിത്തോട്ടം സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.